നോക്കുക. അപ്പോൾ നമ്മളെ ഇൻ്റഗ്രൽസിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താണിത് ഇൻ്റഗ്രൽ -π/2 sin square x dx. ഇവിടെ ആക്ച്വലി ഇൻ്റഗ്രലിനൊരു പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ആവും. അതായത് ഓഡ് ഓർ ഈവൺ ഫംഗ്ഷൻ. നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ്ലി ചെക്ക് വെദർ ദ ഇൻ്റഗ്രൻ ഫംഗ്ഷൻ ഇത് ഓഡ് ഫംഗ്ഷനാണ്. അതായത് ഈ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്ന ഓഡ് ഫംഗ്ഷനാണോ ഈവൺ ഫംഗ്ഷനാണോ? ഓഡ് ഫംഗ്ഷനാണെങ്കിൽ ഒന്നും നോക്കണം, കണ്ണും ബോഡിയിൽ 0 എന്ന് അങ്ങനെ എഴുതിയാൽ മതി. അത്ര സിമ്പിളാണ് ക്വസ്റ്റ്യന്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. f(x) = sin square x. അപ്പോൾ ഈവൺ ആണോ ഓടാണോ നോക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യുക, എക്സിൻ്റെ സ്ഥാനത്ത് -x ഇട്ട് കൊടുക്കും. അപ്പോൾ sin square x-നകത്ത് -x. അപ്പോൾ എന്താ ഒരു കാര്യം ചെയ്യുക, സൈൻ സ്ക്വയർ നമുക്കറിയില്ല. സൈൻ സ്ക്വയർ എന്നുള്ള കോമൺ ആയിട്ട് നമുക്ക് ബ്രാക്കറ്റിൻ്റെ പുറത്ത് ചെയ്താൽ അപ്പോൾ എന്താ sin -(x)². അപ്പോൾ നമുക്കറിയാം sin of -θ എന്ന് പറയുന്നത് -sin θ. അപ്പോൾ -sin x². അപ്പോൾ എന്താ ഈ പറഞ്ഞ എന്തായിക്കോളൂ, ഈ പറഞ്ഞ -1നെ ഈ സ്ക്വയർ ഇതായിക്കോളൂ, അതിനെ റെഡി ആയിക്കോളൂ. അപ്പോൾ എന്താണ്, അപ്പോൾ sin square x. അതായത് ഇത് ആക്ച്വലി എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ -1 × sin x² അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ. അപ്പോൾ എന്താ ഈ -1ൻ്റെ സ്ക്വയർ എന്തായാലും ഇത് 1 ആയിപ്പോൾ. പിന്നെ sin x² എന്ന് പറയുമ്പോൾ sin square x, അല്ല sin x² എന്ന് പറയുമ്പോൾ sin square x. അപ്പോൾ f(x) കിട്ടി. അപ്പോൾ f(-x) ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? f(x) എന്നെ പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് മനസ്സിലായി? f(x) is an even function. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം വി സേ ദാറ്റ് f(x) is an even function. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അപ്പോൾ നമുക്ക് എന്താണ് f(x) ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ, ഇപ്പോൾ ഇൻ്റഗ്രൽ -a2 നിങ്ങൾ എന്ത് നോക്കുക, ഒരു -a2 ഫോർമാറ്റില്ലേ, സെയിം സാധനം തന്നെ എന്താണ് ഡിഫറൻഷിയേറ്റഡ് ബൈ എ മൈനസ് സൈൻ. അപ്പോൾ -a2 f(x) dx ഇഫ് ദ ഫംഗ്ഷൻ ഇസ് ഏത് ഈവൺ ആണെങ്കിൽ നമുക്ക് എങ്ങനെ അതിന് മാറ്റി എഴുതാം? 2 × ഇൻ്റഗ്രൽ 0 to f(x) dx. അപ്പോൾ ഞാൻ അതിനെ മാറ്റിയിട്ട് എഴുതുവാണ് 2 × എന്താണ്, അതായത് -π/2 to π/2 2 × 0 to π/2. കാരണം എന്താ, നമ്മൾ sin square x എന്നുള്ളത് ഒരു ഈവൺ ഫംഗ്ഷനാണ്, sin square x dx. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ എളുപ്പം എന്ന് പറയുന്നത് എന്താ, ക്വസ്റ്റ്യൻ ഇപ്പോൾ എളുപ്പമായിട്ടുണ്ട്. അപ്പോൾ എന്താ 2 × ഇൻ്റഗ്രൽ 0 to π/2. നമുക്കറിയൊരു കാര്യം, sin square x ഇങ്ങനെ കണ്ടുപിടിക്കുക. നമുക്കറിയുന്നൊരു കാര്യമുണ്ടല്ലോ, cos 2x എന്ന് പറയുന്നത് 1 - 2 sin square x. ഇതൊന്ന് sin square x ആണ്. അപ്പോൾ എന്താ ഇതിന് ഇപ്പുറത്തേക്ക് വരട്ടെ, cos 2x ഇപ്പുറത്തേക്ക് വരട്ടെ. അപ്പോൾ 2 sin square x = 1 - cos 2x. ഇത് ആക്ച്വലി ട്രിഗ്നോമെട്രീൻ്റെ ഫോർമുലയാണ്. ഈ 2ന് ഇപ്പുറത്തേക്ക് പറയുക. അപ്പോൾ sin square x = 1 - cos 2x / 2. അപ്പോൾ എന്താ 1 - cos 2x / 2. അപ്പോൾ ഈ 2ഉം കൂടി ക്യാൻസൽ ആയിപ്പോയി. ആ 1/2നെ പുറത്തെടുക്കുമ്പോൾ ഈ 2ഉം 1/2 ക്യാൻസൽ ആയിപ്പോയി. ഇൻ്റഗ്രൽ 0 to π/2 എന്താ ബാക്കിയില്ല 1 - cos 2x. ഇതിന് എളുപ്പത്തിൽ ചില 1ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് x, cos 2x-ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് sin 2x. പിന്നെ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ 2 എന്താണ് എക്സിൻ്റെ കോഫിഷ്യനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2x / 2 വിത്ത് ലിമിറ്റ് 0 to π/2. ഇനി ഇട്ട് കൊടുക്കുക, എക്സിൻ്റെ സ്ഥാനത്ത് π/2 കൊടുക്കുക. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് π/2 ഇടുമ്പോൾ π/2 മൈനസ് എന്താണ് sin 2x എന്ന് പറയുമ്പോൾ 2 × π/2. എക്സിൻ്റെ സ്ഥാനത്ത് π/2. അപ്പോൾ 2 × 2 ക്യാൻസൽ. അപ്പോൾ sin π / 2. പിന്നെ നമ്മൾ 0 എന്തായാലും ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല. ഇതിൽ 0 ഇട്ട് കൊടുത്താൽ 0 ആയിപ്പോൾ. പിന്നെ sin 2x-ൽ 0 ഇട്ട് കൊടുത്താൽ sin 0. അപ്പോൾ അത് എഴുതേണ്ട ആവശ്യം, രണ്ടും ടേംസ് എന്തായാലും ക്യാൻസൽ ആയിപ്പോൾ. അപ്പോൾ π/2 മൈനസ് sin π / 2 മൈനസ് 0 ഇത് എഴുതേണ്ട ആവശ്യമില്ല. ഈ sin 180 ഡിഗ്രി എന്ന് പറയുന്നത് 0. അപ്പോൾ ഈ ടേം 0 ആയിപ്പോയി. അപ്പോൾ ഫൈനലി ആൻസർ എന്താ ബാക്കി വന്നത്? π/2 ഇസ് ദ ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് ഈ പറഞ്ഞ എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, f(-x) ഇട്ട് കൊടുത്തിട്ട് f(x)നെ നമുക്ക് ഒറിജിനൽ ഫംഗ്ഷൻ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റൂ ദ ഫംഗ്ഷൻ ഈസ് ഈവൺ ഫംഗ്ഷൻ. ഇനിയിപ്പോൾ f(-x) ഇട്ട് കൊടുത്തിട്ട് -f(x) കിട്ടുന്നെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ പറയുന്ന പേരാണ് ഓഡ് ഫംഗ്ഷൻ. ഇത് ആക്ച്വലി നിങ്ങൾ ഇത് എൻട്രൻസ് ലെവലിൽ പൊതുവെ പഠിക്കുന്നത്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഈവൺ ഓഡ് ഫംഗ്ഷൻ ഏത്. അന്നേരം നമുക്ക് ഇൻ്റഗ്രൽ -a to a ഇത് ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ f(x) dx എന്നുള്ളത് കണ്ണും പൂട്ടിയിട്ട് ഒരു ഇൻ്റഗ്രേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നത്തിങ്. ജസ്റ്റ് ഒരു എന്താണ് വലിയ മുട്ട ഇട്ട് കൊടുക്കുക, മുട്ട എന്ന് പറയുന്ന സാധനം ഇട്ട് കൊടുത്താൽ മതി. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ 0 ഇട്ട് കൊടുക്കുക, ഒന്നും നോക്കട്ടെ, ഇൻ്റഗ്രേറ്റ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് 0 എന്ന് എഴുതിയാൽ മതി. ഈവൺ ഫംഗ്ഷൻ ആണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്.